ഹായ് കേസിലേക്ക് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. പോലെ ഈ വെള്ളത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കിടക്കാച്ചി ബോട്ടുണ്ടാക്കാൻ പോകണം. ഈ പേപ്പറായിട്ട് എങ്ങനെയായാലും കുഴപ്പമുണ്ടാവില്ല, പൊള്ളിയില്ലാന്നൊക്കെ കരുതുന്നു. അപ്പോൾ ഇത് കണ്ട നല്ല വെള്ളമായിരിക്കണം പാടത്ത് മുഴുവൻ, അവിടെയൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാം. നമ്മൾ 2 പത്രം എടുത്ത് ആദ്യം എന്താ അതുപോലെ 2 പത്രം ഒട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ എന്താ ഗമ്മ് കാണുന്നുണ്ടാവും, അതൊക്കെ ഗമ്മ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇനി അതൊരു അരമണിക്കൂർ എങ്ങനെയാലും വെക്കണം. അത്ര പവറില്ലാത്ത ഗമ്മാണ്. പിന്നെ പത്രം ഒട്ടിക്കാൻ സൂപ്പറുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ഗമ്മ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം അതൊരു അരമണിക്കൂർ കേട്ടെ എന്നിട്ട് കാണാം. അതുകൊണ്ടാണ് ഈ ഒരു ഗമ്മ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം അതൊരു അരമണിക്കൂർ കേട്ടെ എന്നിട്ട് കാണാം. ഗൈസ് ഇതാണ്ട ഇവിടെ ഏകദേശം ഒട്ടി വരണുള്ളൂ. നല്ല മഴ ഉള്ളതുകൊണ്ട്, മഴത്തിൻ്റെ സീസണായതുകൊണ്ട് ഒട്ടാൻ ഭയങ്കര പണി. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പിടിച്ച് മടക്കുമ്പോൾ ഉണ്ടാ ഏകദേശം ഇത്രയും ഭാഗം വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ ഇത്രയും ഭാഗം വേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പോർഷനിൽ ഇവിടെയും കൂടി ഒരു പത്രം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ കറക്റ്റ് ചെയ്ത് കുറച്ചും കൂടി വലുതാക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മുതൽ ഇതുവരെ ഒരു പത്രം കൂടി ആഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫുൾ ഗമ്മിട്ടിട്ടുണ്ട്. ഇനി ഒരു പത്രം എടുക്കണം. കറക്റ്റ് ഇവിടെ വരണം. കാരണം എന്താ വെച്ചാൽ ടോപ്പിൽ ഇവിടെ കറക്റ്റ് വന്നാലേ ഇവിടെ അടിയിൽ കറക്റ്റായിട്ട് വരുള്ളൂ. ചുളിയല്ലേ കുറച്ച് കയറി നിൽക്കടാ, ഇതെന്താ അത്ര മടി. ശ്രദ്ധിച്ചോ, എൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തും കൂടി ഒട്ടിച്ചാട്ടെ, എന്നിട്ട് കാണാം. അല്ലാതെ ഒറ്റയ്ക്ക് കയ്യും ക്യാമറയും പിടിക്കാൻ വയ്യ. ഇവിടെ ഒട്ടിച്ചു, ഇവിടെ 2 പത്രം എക്സ്ട്രാ ഒട്ടിച്ചപ്പോഴാണ് മനസ്സിലായത്. നോക്കിയാൽ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിക്കണേ. അത് കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇവിടെയും കൂടി ഗമ്മിടണം. ഗമ്മെടുത്തിട്ട് അവിടെയും കൂടി ഇടാം. ഓക്കെ, നമ്മൾ ടോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനെ പൊക്കി പിടിക്കണം. അപ്പോൾ ഗമ്മിട്ടിട്ടുണ്ട്. കറക്റ്റാക്കി നീറ്റാക്കി ഇങ്ങനെ എയർ കുടുങ്ങാത്ത രീതിയിൽ വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അതെന്ത് ചെയ്യും, ഒട്ടിക്കിട്ടിയതിന് ശേഷം ബാക്കി പ്രൊസീജിയർ കിടക്കാം. ഇത്രയും ഏകദേശം ഒട്ടിയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ അത് ഏകദേശം ഉണങ്ങി. എന്നിട്ട് ഫസ്റ്റത്തെ ഫോൾഡ് ചെയ്തപ്പോൾ ഇത് ഇത്രയും ഭാഗം, അത് ഇവിടുന്ന് കണ്ടിങ്ങോട്ടുള്ള ഭാഗം ഇതുവരെ വേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇത് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഭാഗം ഉണ്ടായിരുന്നു, അവിടെ ഈ ഭാഗം. അപ്പോൾ കട്ട് ചെയ്യല്ലേ. അപ്പോൾ ഗൈസ്, അപ്പോൾ ആ പോർഷൻ കട്ട് ചെയ്തു ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലാണ് കിട്ടുക. ഇവിടെ കുറച്ചൊരു കുറവുണ്ട്, എന്നാലും സാറില്ല. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനി എന്ത് ചെയ്യണം, ഇത് നേരത്തെ ആക്കിയിട്ട് ഇത് 2 ഫോൾഡ് ചെയ്യണം. ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് മടക്കുക. ഓക്കെ, ആദ്യം മടക്കിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഇത് സെൻറ്റർ പിടിച്ചിട്ട് കറക്റ്റ് സെൻറ്ററാക്കി മടക്കൊന്നുമല്ലോ, മടക്കി ശരിയാക്കണം. എന്നിട്ട് കറക്റ്റ് സെൻറ്ററാക്കി ഇതുപോലെ മടക്കി വെക്കുക. അപ്പോൾ ഇത് 4 ലെയർ ഉണ്ട് അവിടെ. 1 2 3 4 ഉണ്ടോ, 4 ലെയർ. 1 2 3 4, അങ്ങനെ 4 ലെയറാക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതൊന്ന് വൃത്തിയായിക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഏകദേശം എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ
ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ഫോൾഡ് മടക്കുക, കറക്റ്റാക്കുക ഇവിടെ. അതുപോലെ എഡ്ജ് കറക്റ്റാക്കുക. എഡ്ജ് കറക്റ്റാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, തോണി ഒന്നുകൂടി വൃത്തി കിട്ടും. രണ്ടാമത്തെ എടുക്കുക, സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. എഡ്ജ് കറക്റ്റാക്കുക. ഇനി മൂന്നാമത്തത് ഇങ്ങോട്ട് തന്നെ മടക്കുക. അപ്പോൾ ഈ 3 സൈഡും ഇങ്ങോട്ട് മടക്കിയിട്ടുണ്ട്. ഇനി അപ്പുറം മറിച്ചിട്ടിട്ട് ഈ ഒരു സൈഡ് ഇങ്ങോട്ടാണ് മടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ സമൂസ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനിയാണ് പണി. എന്ത് ചെയ്താൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ഓട്ടമുള്ള ഭാഗം ഇങ്ങനെ ആക്കി ഇങ്ങനെ കൊടുക്കുക. ഈ ഒരു ഷേപ്പായി കിട്ടും. അതായത് നേരത്തെ സമൂസ രൂപത്തിലുള്ളത് അതിൻ്റെ ഓട്ടം ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി വെക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലാവും. ഇനി ഇവിടെ ഓപ്പൺ ആക്കുക. കണ്ടോ, ഏകദേശം നമ്മുടെ തോണി റെഡി ആയിട്ടുണ്ട്. എന്താ ഇന്നൊരു ബലത്തില്ല, ഈ പാടത്തോണ്ട് വിടുമ്പോൾ എന്താ പാടുന്ന അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് ഉറപ്പിച്ചിട്ട് കാണാം. ഇതാണ് നമ്മുടെ തോണി. ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ടോ, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇറക്കണം. അതായത് ഈ ഒരു സൈഡ് ഇങ്ങോട്ട് വലിച്ച പോഷൻ ഇങ്ങോട്ട് അമർന്ന് നിൽക്കുന്നു. ആ പോഷൻ ഇങ്ങോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ 2 സൈഡും ഡ്രാഗ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ കറക്റ്റായി. അപ്പോൾ ഇനി പാർത്തുകൊണ്ടിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഞാൻ ഒരു ഇതുണ്ട് നേരത്തെ നിൽക്കണീന്ന്, ഇപ്പോൾ കറക്റ്റായിട്ടാണ്. എന്ത് ചെയ്യാൻ, നമ്മൾ പാടത്ത് കൊണ്ടുപോയിട്ട് പാടത്ത് ഏകദേശം കൊണ്ട് വെള്ളമൊക്കെ ഉണ്ട്, പാടത്തെത്തിയിട്ട് കാണാം. കഴിച്ചപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അവിടെ എത്താനായി. കുളത്തിൻ്റെ കളറ് മഴയൊക്കെ പെയ്തിട്ട് നോക്കിയാൽ നല്ല അടി വരെ കാണുന്ന ക്രിസ്റ്റൽ ക്ലിയറുള്ള കുളമാണ്. പക്ഷേ മഴ പെയ്ത് വെള്ളം കുത്തി ഒലിച്ച് വന്നിട്ട് ഒന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. എന്തായാലും എന്ത് ചെയ്യാം, നമുക്ക് തോണി, ഇതാണ് തോണി സെറ്റ് ചെയ്യട്ടോ. സെറ്റ് ചെയ്തിട്ട് കാണാം. തോണി കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തേക്ക് മെല്ലെ ഇറക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് വശം ഇങ്ങനെ പിടിച്ച്, ഇവിടെ നല്ല നനയുണ്ട്. ഉണ്ടോ, ഇതാണ് ഏകദേശം തോണിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. പൊട്ടി തോണിൻ്റെ സൈഡ് മാറ്റി പിടിക്കാൻ മതി. അപ്പോൾ തോണി ഇതേ പോണു അങ്ങോട്ടാട്ടോ വെള്ളത്തിൻ്റെ ഒഴുക്ക്. അതാണ് തോണി നല്ല ഫോഴ്സിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അട്ടർ ഫ്ലോപ്പാണ് സംഭവം. കാരണം ഒരിക്കലും നേരെ നിൽക്കില്ല. അത് അതിന് ഈർക്കളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു ടോപ്പ് പോർഷനും പിന്നെ ഈ ഒരു ഭാഗം കൂടി കുറച്ച് പൊങ്ങി കിട്ടിയാൽ അടിപൊളിയായിരുന്നു. പക്ഷേ എനിവേ ദാറ്റ് ഫ്ലോപ്പ്, ഒരിക്കലും നേരെ പണിയാ. ഓക്കെ, അപ്പോൾ ഇത്ര വലുപ്പത്തിൽ ഉണ്ടാക്കാൻ, ഇനിയും വലുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുണ്ട്. പക്ഷേ ഇത് ഫ്ലോപ്പ് ആയതുകൊണ്ട് എനിക്കൊരു മടി ഉണ്ടാക്കാൻ. നോക്കട്ടെ, ഈർക്കളിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതങ്ങോട്ട് വലുതൊന്നും ഉണ്ടാക്കണം നിൽക്കുന്നുണ്ട്. ഇത് ഈർക്കളിയൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കണ്ട ആ ഒരു പോർഷനൊക്കെ അങ്ങനെ ആയത്. ഇനി അത് ഇങ്ങോട്ട് തന്നെ നീങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, നീങ്ങുമ്പോൾ അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നതിനും കാട്ടി സ്പീഡ് ഏകദേശം അത് നീങ്ങുമ്പോൾ ഉണ്ട്. നോക്കിയാൽ തോണിൻ്റെ ഉള്ളിലൊക്കെ ആകെ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. ചെക്കന്മാർ കുളിക്കണ കോളാണ്, കണ്ട ഇടിഞ്ഞ് പൊളിച്ചിക്കണ് അവിടെ ഏകദേശമൊക്കെ. പക്ഷെ തോണി നോക്കിയാൽ പോകുന്നുണ്ട് അത്യാവശ്യം സ്പീഡിൽ. എന്താ അത്യാവശ്യം തോണി ടെമ്പം പറഞ്ഞാൽ വാസ്കോഡ് ഗാമ കപ്പലിറങ്ങി ഇതുമ്മ പോയി ഇടിച്ച പോലെ അല്ല. വാസ്കോഡ് ഗാമ മറ്റേ മഞ്ഞുമലമ്മ പോയി എടുക്കണില്ലേ, ഏതൊരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഏകദേശം അതവിടെ പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും എനിവേ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. വലിയ തോന്നിയ ഫ്ലോപ്പായിരുന്ന വീഡിയോ എങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ.
അപ്പോൾ അതേതായാലും അത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നല്ല ഭംഗിയുള്ളൊരു പാടത്താണ് ഞാൻ വിടാൻ വിചാരിച്ചത്. പക്ഷേ അവിടേക്ക് പോകാനൊരു ബുദ്ധിമുട്ടുണ്ട്. അവിടെയൊക്കെ ഒരു ഇതായിക്കണേ, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതിയെന്ന്, പക്ഷേ തോണി തൊടണ്ട്. അപ്പോൾ ഓപ്പി ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പിടിക്കാച്ചി വീഡിയോ കാണാനായിട്ട്. ബൈ ബൈ ഗൈസ്, ലവ് യു, ടാറ്റാ.